ഹായ് ഓൾ, നമ്മൾ സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. 8th ചാപ്റ്റർ ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ 8 ബ്രാഞ്ച് അക്കൗണ്ടിങ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അറ്റ് ദ സെയിം ടൈം വളരെ ഇന്ന് ഒരു 2-3 മാർക്കിന് ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യാറുള്ളൂ നോർമലി. ഓക്കെ, സോ നോക്കി വെക്കാം മെയിനായിട്ട് എന്തൊക്കെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ബ്രാഞ്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രാഞ്ച്, മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്, സിന്തറ്റിക് മെത്തേഡ്, പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകളാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ലെസണിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ? ഫസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്. ബ്രാഞ്ച് അക്കൗണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ടു പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇൻ ഡീറ്റെയിൽസ്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ജസ്റ്റ് എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്, അതിൻ്റെ ഓവർവ്യൂ ഒക്കെ കൊടുക്കുകയാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, എന്താണ് ബ്രാഞ്ച്? വാട്ട് ഈസ് ബ്രാഞ്ച്? Branch may be defined as an establishment that carried on either the same or substantially the same activity as that carried on by the head office. In other words, it is the extension of current business to mitigate the geographical barrier, or it perform the operation as directed by the head office. നോർമലി നിങ്ങൾ ഈ ബ്രാഞ്ച് എന്നുള്ള ടേം കേട്ടിട്ടില്ലേ? എന്താ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളിപ്പം പറയാറുണ്ട് അതിൻ്റെ ഇപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ അതിൻ്റെ വേറൊരു ബ്രാഞ്ച് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മെയിൻ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ബാങ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഹെഡ് ഓഫീസ് ഒരു ഭാഗത്തും അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ, നമുക്ക് ശാഖകൾ എവിടെ ഉണ്ടായിരിക്കും? പലയിടങ്ങളിലാക്കി പല ലൊക്കേഷൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രാഞ്ച് മേ ബി ഡിഫൈൻഡ് ആസ് എൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ക്യാരീഡ് ഓൺ എയ്തർ ദി സെയിം, ഒന്നില്ലെങ്കിൽ ഒരേ പോലത്തെ. ഇപ്പോൾ ബാങ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒരേ സാധനങ്ങളല്ലേ ഡീൽ ചെയ്യുക, ഒരേ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരേ ബിസിനസ്സാണ് ഡീൽ ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. അപ്പോൾ ക്യാരീഡ് ഓൺ ബൈ എയ്തർ ദ സെയിം ഓർ സബ്സ്റ്റാൻഷ്യലി ദ സെയിം ആക്ടിവിറ്റി ആസ് ദാറ്റ് ക്യാരീഡ് ഓൺ ബൈ ദ ഹെഡ് ഓഫീസ്. അവരുടെ ഹെഡ് ഓഫീസ് എന്താണോ ക്യാരി ചെയ്യുന്നത്, അവരുടെ ഹെഡ് ഓഫീസ് എന്താണോ ഡീൽ ചെയ്യുന്നത്, ആ സെയിം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In other words, it is extension of the current business to mitigate the geographical barrier. എന്താണ്? ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് കറൻറ്റ് ബിസിനസ്. അപ്പം ഒന്നില്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻറ്റ് ബിസിനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആവാം. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കറൻറ്റ് ബിസിനസ് ടു മിറ്റിഗേറ്റ് ദ ജോഗ്രഫിക്കൽ ബരിയർ. ജോഗ്രഫിക്കൽ ബരിയേഴ്സ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ ഒരു ബ്രാഞ്ച് ചെന്നൈയിലുണ്ട്, പക്ഷേ അവർക്ക് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് അത് അസസ് ചെയ്യുക ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ഞാൻ ഡിസൈഡ് ചെയ്തു, എൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ബരിയേഴ്സ് മിറ്റിഗേറ്റ് ചെയ്യാൻ, അത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ? അതാണ് ഇറ്റ് പെർഫോം ഓപ്പറേഷൻസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഇറ്റ്
പെർഫോം ഓപ്പറേഷൻസ് ഡയറക്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ് പറയുന്ന ഓപ്പറേഷൻസാണ് നമ്മളിവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത് ത്രൂ ബ്രാഞ്ച് ഈസ് എ സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബട്ട് ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി. ബ്രാഞ്ച് ഈസ് എ സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു സെപ്പറേറ്റ് എന്താണ് സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരിക്കും, ഒരു ഡിഫറെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അല്ലേ, വേറെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ഇല്ല. ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എക്സിസ്റ്റിംഗ് ബിസിനസ്. ഹെഡ് ഓഫീസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയായിരിക്കും ഇത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതാണ് ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. Through branch is a separate establishment but it has no separate legal identity. It is representative of existing business. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രാഞ്ച്. അടുത്തൊരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടു ബ്രോഡ് കാറ്റഗറീസ്, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. എന്താ പറയണേ? ബ്രാഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബ്രാഞ്ച് അല്ലേ. രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ ബേസിലാണ്. അടുത്തതാണ് ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ കൺട്രോളിൻ്റെ ബേസിലും ലൊക്കേഷൻ്റെ ബേസിലും രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് വരുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. എൻ്റെ ഇതിനകത്ത് എഴുതുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ക്ലിയർ, ദാറ്റ്സ് വൈ ഇതാണ് സോറി. ഓക്കെ, ഇതാണ് പറഞ്ഞത്. രണ്ട് ബേസാണ് വരുന്നത്. കൺട്രോളിൻ്റെ ബേസിലും ലൊക്കേഷൻ്റെ ബേസിലും രണ്ട് ക്ലാസിഫിക്കേഷൻസാണ് നമുക്ക് ബ്രാഞ്ചിനകത്ത് വരുന്നത്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ. ഇപ്പം കൺട്രോളിൻ്റെ ബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ടു പാർട്സ്. കൺട്രോളിൻ്റെ ബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകളും. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളും വരുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകളും. ക്ലിയർ? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് in respect of which books of accounts are prepared and maintained by the head office. Okay, ആണോ? It is a branch in respect of which books of accounts are prepared and maintained by the head office. ഹെഡ് ഓഫീസാണ് ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഓക്കെ, ഇനി അടുത്ത് ബ്രാഞ്ചസ് മേ ബി ഓപ്പറേറ്റഡ് ഇൻ ദ ഫോളോയിങ് മാനർ. ഹെഡ് ഓഫീസ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഹെഡ് ഓഫീസിൽ നിന്നാണ്, അതായത് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹെഡ് ഓഫീസുകളായിരിക്കും. ഇതിലെന്ന് പറയുമ്പോൾ എ ബ്രാഞ്ച് സെറ്റപ്പ് മിയർലി ഫോർ ബുക്കിംഗ് ഓർഡർ സച്ച് ആ ബ്രാഞ്ച് ട്രാൻസ്മിറ്റ് ഓൺലി ഓർഡർ ടു ദ ഹെഡ് ഓഫീസ്. എ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ കൊമേഴ്ഷ്യൽ സെൻറ്റർ ഫോർ ഹോൾസെയിൽ ഓഫ് ഗുഡ്സ്
supplied by the head office, and under its direction all collections are made by the head office. A branch for retail sale of goods. എന്താണ് മെയിനായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്രാഞ്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രാഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബ്രാഞ്ചിനകത്ത് മെയിനായിട്ട് ടു ബ്രോഡ് കാറ്റഗറീസ് ആണ് വരുന്നത്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ ബേസിലും ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻസിൻ്റെ ബേസിലും. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ ബേസിൽ നമുക്ക് രണ്ട് പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകളായിട്ടും. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, it is a branch in respect of which books of accounts are prepared and maintained by the head office. Branches may be operated in the following manner. A branch set up merely for booking order. Such a branch transmits only order to the head office. A branch established at a commercial center for wholesale of goods supplied by the head office, and under its direction all collections are made by the head office. A branch for retail sale of goods. അടുത്തതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകൾ. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് is a branch that prepare and maintain its books of accounts independently. നേരത്തേൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻഡിപെൻഡൻ്റ്ലി. നമ്മൾ ബുക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ബുക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷൻ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു പാർട്സ്. അതിലും അതെ ഡൊമസ്റ്റിക് ബ്രാഞ്ചുകളും ഫോറിൻ ബ്രാഞ്ച്, രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഡൊമസ്റ്റിക് ബ്രാഞ്ചുകളും ഫോറിൻ ബ്രാഞ്ചുകളും ഇൻഡിപെൻഡൻ്റിൽ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്, ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആൻഡ് foreign branch. Domestic branches that locate at different places or cities within the same country where the head office is situated are known as domestic branch. Branches that locate at different places, different places. Domestic branchil different branchilയിരിക്കും ഇതിൻ്റെ places, cities within the same country where the head office situated are known as domestic branch. Foreign branches are in different, അതായത് നമ്മൾ നിൽക്കുന്ന ഡൊമസ്റ്റിക്കിൽ തന്നെയാണ് ഹെഡ് ഓഫീസും അതിൻ്റെ ബ്രാഞ്ചസുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ ഡൊമസ്റ്റിക് ബ്രാഞ്ച്. ഫോറിൻ ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ കാൾഡ് ഫോറിൻ ബ്രാഞ്ച്. ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് പ്ലേസസിലാണ് നമ്മുടെ ഫോറിൻ ബ്രാഞ്ചുകൾ വരുന്നത്. ഫോറിൻ ബ്രാഞ്ചസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ കാൾഡ് ഫോറിൻ ബ്രാഞ്ചസ്. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് ചാർജിങ് goods to branches. Goods may be invoiced to branches either at cost or at invoice price. Cost plus certain percentage of profit. Goods may be invoiced at invoice price on the following reasons. Method of charging goods to branches. Goods may be invoiced to branches either at cost or at invoice price. Cost plus certain percentage of profit. Goods may be invoiced at invoice price on the following reason. To hide the cost price from competitors if possible. ഒന്നില്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് പ്രൈസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ആൻഡ് വൺ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ഡിസൈറബിൾ ടു ഡിസ്ക്ലോസ് ദ ബ്രാഞ്ച് മാനേജർ ദ പ്രോഫിറ്റ് മേ ബി മെയ്ഡ് ബൈ ദ ബ്രാഞ്ച്.
അങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് കേസുകൾ. ഓക്കെ, അടുത്തത് മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. അടുത്തൊരു ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ്. ഇതിൽ പ്രോബ്ലംസ് ഒരു പ്രോബ്ലമാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് അടുത്തൊരു ടോപ്പിക്കാണ്. ഫോർ അക്കൗണ്ടിങ് ഓഫ് ബ്രാഞ്ച് 3 methods or system are followed. For accounting of branch accounting follow ചെയ്യാൻ വേണ്ടിയിട്ട് for accounting of branch 3 methods or system are followed. Synthetic method, analytical method or stock and debtors method, final account method or trading and profit and loss account method. ഓക്കെ, അതായത് ഫോർ അക്കൗണ്ടിങ് ഓഫ് ബ്രാഞ്ച് 3 മെത്തേഡ്സുകളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ സിന്തറ്റിക് മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഫൈനൽ അക്കൗണ്ട് മെത്തേഡ് ഓർ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡുകൾ. ക്ലിയർ? അല്ല, ഒന്നാമത്തെയാണ് നമ്മുടെ സിന്തറ്റിക് മെത്തേഡ്. എന്താണ് സിന്തറ്റിക് മെത്തേഡ്? വെൻ ഗുഡ്സ് സെൻഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്, കോമൺ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. വെൻ ഗുഡ്സ് സെൻഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. അണ്ടർ ദിസ് മെത്തേഡ് ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്ക്, debtors, petty cash, other current assets, if any, are debited to the branch account. Opening balance of creditors, outstanding expenses are credited to the branch account. And the cost of price is sent to the branch as well as expenses, salary, wages, rent, etc. of the branch paid by the head office are also debited to it. On the other hand, amounts remitted by the branch on account of sale, goods returned by the branch to the head office, abnormal loss, etc. are credited to branch account. Closing balance of stock, debtors, petty cash, other assets, if any, are credited to the branch account, and the same branches of creditors. Outstanding expenses, if any, are debited to it. Along with the branch account, memorandum debtors account and memorandum petty cash account are opened to find out the different relevant missing figures. In many cases, without the help of this missing figure, branch account cannot be prepared. Example, opening, closing balance of debtors, petty cash, collection from debtors, cash sent by head office to branch etc. അതായത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് നമുക്ക് കുറേ മെത്തേഡുകളുണ്ട് അല്ലേ. പിന്നെ ഒന്നാമത്തെ മെത്തേഡാണ് സിൻഡിക്കേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ്, സിന്തറ്റിക് മെത്തേഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സിന്തറ്റിക് മെത്തേഡിനകത്ത് ഒന്നാമത്തെയാണ് വെൻ ഗുഡ്സ് സെൻഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, അതിനകത്ത് അണ്ടർ ദിസ് മെത്തേഡ് ഓപ്പണിംഗ് ബാലൻസസ് സ്റ്റോക്ക്, debtors, petty cash and other current assets, if any, are debited to branch account. The opening balance of creditors, outstanding expenses, if any, are credited to branch account. The cost of goods sent to the branch as well as expenses, salary, wage, rent, etc. of the branch paid by the head office are also debited to it.
And on the other hand, amount remitted by the branch account on account sale, goods returned by the branch to the head office, abnormal loss, etc. are credited to the branch account. Closing balances of stock, debtors, petty cash and other assets are credited to the branch account, and the same balance of creditors, outstanding expenses are debited to it. Along with the branch account, memorandum debtors account and memorandum petty cash account are opened to find out the different relevant missing figures. In many cases, without the help of this missing figure, branch account cannot be prepared. Example: opening closing balance of debtors, petty cash, collection from debtors, cash sent by head office to branch, etc. When goods sent at invoice price, additional adjustments. When goods sent at invoice price, ഗുഡ്സുകൾ ഇൻവോയ്സ് കോസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു അല്ലേ. When goods sent at invoice price,